അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 5 86 മുതൽ 97 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യും. പുരാദൈത്യോ മഹാബാഹുർ ഹയഗ്രീവോതി വിശ്രുതാം തപശ്ചക്രേ സരസ്വത്യാസ്തീരേ പരമദാരുണം ജപന്നേകാക്ഷരം മന്ത്രം മായാബീജാത്മകം മമ നിരാഹാരോ ജിതാത്മാ ച സർവഭോഗവിവർജിത ധ്യായൻ മാം താമസിം ശക്തിം സർവഭൂഷണഭൂഷിതാം ഏവം വർഷസഹസ്രം ച തപശ്ചക്രേതി ദാരുണം തദാഹം താമസം രൂപം കൃത്വാ തത്ര സമാഗതാ ദർശനേ പുരതസ്തസ്യ ധ്യാതം തത്തേന യാദൃശം സിംഹോപരി സ്ഥിതാ തത്ര തമവോചം ദയാന്വിതാ വരം ബ്രൂഹി മഹാഭാഗാ ദദാമി തവ സുവ്രതാ ഇതി ശ്രുത്വാ വചോ ദേവ്യാ ദാനവ പ്രേമപൂരിതാ പ്രദക്ഷിണാം പ്രണാമം ച ചകാരത്വരിതസ്തദാ ദൃഷ്ട്വാ രൂപം മദീയം സ പ്രേമോത്ഫുല്ലവിലോചനാ ഹർഷാശ്രുപൂർണനയനസ്തുഷ്ടാവ സ ച മാം തദാ ഹയഗ്രീവ ഉവാച നമോ ദേവ്യൈ മഹാമായൈ സൃഷ്ടിസ്ഥിത്യന്തകാരിണി ഭക്താനുഗ്രഹചതുരേ കാമദേ മോക്ഷദേ ശിവേ ധരാംബുതേജ പവനഖപഞ്ചാനാം ച കാരണം ത്വം ഗന്ധരസരൂപാണാം കാരണം സ്പർശശബ്ദയോ ഘ്രാണം ച രസനാ ചക്ഷുസ്ത്വക്ശ്രോത്രമിന്ദ്രിയാണി ച
കർമ്മേന്ദ്രിയാണി ചാന്യാനി ത്വത്ത സർവം മഹേശ്വരി. ശ്രീദേവ്യുവാച കിം തേഭീഷ്ടം വരം ബ്രൂഹി വാഞ്ഛിതം യദ്ദദാമി തൽ പരിതുഷ്ടാസ്മി ഭക്ത്യാ തേ തപസാ ചാദ്ഭുതേന ച. ഹയഗ്രീവ ഉവാച യഥാ മേ മരണം മാതർ ന ഭവേത് തത്തഥാ കുരു ഭവേയമമരോ യോഗി തഥാ ജേയ സുരാസുരൈ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 86 മുതൽ 97 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നത്. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. മഹാപരാക്രമി ഹയഗ്രീവൻ എന്ന ദൈത്യൻ പണ്ടു മഹാതപം സരസ്വതി തീരെ തുടങ്ങി. മഹാതപം സരസ്വതി തീരെ തുടങ്ങി. മായാബീജത്തോടു കൂടി ഏകാക്ഷരമന്ത്രത്താലെ മായാമഹേശ്വരിയായ എന്നെ സ്മരിച്ചും മനസ്സിനെ അടക്കിയും സർവഭോഗങ്ങൾ വേടിഞ്ഞ് മറ്റൊന്നും കഴിച്ചിടാതെ തപം തുടങ്ങി. സർവഭൂഷണ ഭൂഷിതമായിട്ടുള്ള എൻ്റെ തന്നെ സ്വരൂപമാം താമസമാം ശക്തിയെ തന്നെ സ്മരിക്കയും ധ്യാനിക്കയും ചെയ്തുകൊണ്ടു വത്സരങ്ങൾ സഹസ്രം ഹയഗ്രീവനോ തപസ്സു ചെയ്തു. അപ്പോൾ അവൻ ധ്യാനിച്ച താമസരൂപത്തിൽ തന്നെ അവനുടെ മുന്നിലായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സിംഹവാഹനനായ ഞാൻ സിംഹവാഹനയായ ഞാൻ ദയാപൂർവം അവനോടു സുന്ദരമാം ചിരി തൂകി ഏവം പറഞ്ഞു. മഹാഭാഗ്യവാനെ വേണ്ട വരങ്ങളെ ചോദിച്ചോളൂ, മടിക്കേണ്ട അതു ഞാനും നൽകുന്നുമുണ്ട്. വരദ തൻ വാക്കു കേട്ടു അസുരനു ഭക്തിയോടെ വേഗം ചെയ്തു പ്രദക്ഷിണ നമസ്കാരങ്ങൾ. എൻ്റെ രൂപം കണ്ടതിനാൽ ഭക്തിഭരിതനായവൻ ഏറെ വികസിച്ചതാകും കണ്ണുകളോടെ ഏറിടും ഹർഷാശ്രുബിന്ദു പൊഴിച്ചവൻ ഹയഗ്രീവൻ എന്നെ ഇങ്ങനെ സ്തുതിക്കുകയും ചെയ്തല്ലോ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം.
ദേവി മഹാമായേ സൃഷ്ടിസിത്യന്തകാരിണീ നമ ഭക്തബന്ധോ കാമമോക്ഷപ്രദേ ശ്രീ ശിവേ. ഭൂമി ജലമഗ്നി വായു ആകാശമിത്യാദിയാകും പഞ്ചഭൂതജന്മത്തിനു കാരണം നീയേ. ഗന്ധരസരൂപ സ്പർശ ശബ്ദാദിയാം തന്മാത്രയ്ക്കും പരമേശ്വര പ്രിയേ നീ താൻ കാരണവും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മൂക്ക് നാക്ക് കണ്ണ് ത്വക്ക് കാത് എന്നിങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങളഞ്ചുമേ അതുപോലവേ കരചരണാദിയാകും കർമ്മേന്ദ്രിയങ്ങളാമഞ്ചും മഹേശ്വരി നിന്നിൽ നിന്നുമുണ്ടായിടുന്നു. നിനക്കിഷ്ടപ്പെട്ടവരം എന്താണെന്നു പറഞ്ഞാലും നിനക്കു ഞാനതു നൽകാം ദൈത്യപുങ്കവാ. നിന്റെ ഭക്തിയോലും നിന്റെ ഭക്തിയാലും അത്ഭുതാവഹമാം തപസ്സാലും നിന്നിൽ ഞാനും അത്യധികം സംപ്രീതയായി. അമ്മേ എന്നെ മരണമില്ലാത്തവനായി മാറ്റിയിടുക യോഗിയും ദേവാസുരരാൽ അജയനുമായി. അമ്മേ എന്നെ മരണമില്ലാത്തവനായി മാറ്റിയിടുക യോഗിയും ദേവാസുരരാൽ അജയനായും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്ര കാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ദേവീ നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജ, ദേവീ ഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്ന 44-ാമത്തെ ദിവസമാണ്. ഇന്ന് പ്രഥമസ്കന്ധം അധ്യായം 5 അതിൽ 86 മുതൽ 97 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ ദേവി ദേവന്മാരോട് പറഞ്ഞു, ഞാൻ ആ വിഷ്ണുവിനെ സശീർഷം വാസുദേവം തം കരോമ്യദ്യ യഥാപുര, പഴയതുപോലെ തന്നെ ആ വിഷ്ണുവിന് ശിരസ് ഞാൻ വെച്ചു കൊടുക്കും. വിഷ്ണുവിൻ്റെ ശിരസ് പോകാനുണ്ടായ കാരണം ആദ്യം പറഞ്ഞു അത് മഹാലക്ഷ്മിയുടെ ശാപം കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നീട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ദേവന്മാരെ, അത് നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. അപ്പൊ എന്താണ് ആ നേട്ടം എന്നുള്ളത് ദേവി പിന്നീട് വിശദീകരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, പുരാദൈത്യോ മഹാബാഹുർ ഹയഗ്രീവോതി വിശ്രുത തപശ്ചക്രേ സരസ്വത്യാസ്തീരേ പരമദാരുണം. പുരാ പണ്ട് മഹാബാഹു
വലിയ പരാക്രമി ആയിരിക്കുന്ന ഒരു അസുരൻ. അദ്ദേഹത്തിൻ്റെ പേരെന്താ? അതിപ്രസിദ്ധനാണ്, ഹയഗ്രീവൻ എന്നാണ്. ആ അസുരൻ സരസ്വത്യാസ്തീരെ, സരസ്വതിയുടെ തീരത്ത് പരമദാരുണം തപശ്ചക്രേ, വലിയ ഗംഭീരമായിട്ടുള്ള അതികഠിനമായിരിക്കുന്ന തപസ് ആരംഭിച്ചു. ജപന്നേകാക്ഷരം മന്ത്രം മായാബീജാത്മകം മമ, മായാബീജത്തോടു കൂടിയ എൻ്റെ ഏകാക്ഷരമന്ത്രം ജപിച്ചു. എങ്ങനെ? നിരാഹാരോ ജിതാത്മാച സർവഭോഗ വിവർജിത, നിരാഹാരനായി മനസ്സിനെ അടക്കി എല്ലാ ഭോഗങ്ങളെയും ഉപേക്ഷിച്ച് അതിഗംഭീരമായിട്ടുള്ള തപസ്. ധ്യായൻ മാം താമസീം ശക്തിം, എന്നെ താമസീ ശക്തിയായിട്ട് എൻ്റെ താമസരൂപത്തെയാണ് തപസ് ചെയ്തത്, ധ്യാനിച്ചു. സർവഭൂഷണഭൂഷിതാം, സർവാഭരണ വിഭൂഷിതയായ എൻ്റെ താമസീ ശക്തിയെ. ഇങ്ങനെ ഏവം വർഷസഹസ്രം ച തപശ്ചക്രേ അതിദാരുണം. നേരത്തെ പറഞ്ഞു തപശ്ചക്രേ സരസ്വത്യാസ്തീരേ പരമദാരുണം. അതേപോലെ അതിദാരുണമായിരിക്കുന്ന ഈ തപസ് വർഷസഹസ്രം ചക്രേ, എത്ര വർഷമാണ്? 1000 വർഷം തപസ് ചെയ്തു. തദാഹം താമസം രൂപം കൃത്വാ തത്ര സമാഗത, തദാ അഹം, ആ സമയത്ത് ഞാൻ ആ തമോ ഗുണാധിക്യമുള്ള രൂപം സ്വീകരിച്ചും കൊണ്ട് അവിടേക്ക് എത്തിച്ചേർന്നു. നമ്മൾ ഏത് രൂപത്തിലാണോ ഈശ്വരനെ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ ഭഗവതിയെ ആരാധിക്കുന്നത്, ആ രൂപത്തിൽ ദർശനം ലഭിക്കുമെന്നാണ്. ഇവിടെ താമസരൂപത്തിൽ ആശ്രയിച്ചു, താമസരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദർശനേ പുരതസ്തസ്യ ധ്യാതം തത്തേന യാദൃശം, ദർശനം നൽകാനായിട്ട് ആ ഹയഗ്രീവന്റെ മുമ്പിലെത്തി. സിംഹോപരിസ്ഥിത തത്ര തമവോചം ദയാന്വിത വരം ബ്രൂഹി മഹാഭാഗ ദദാമി തവ സുവ്രത. സിംഹവാഹനയായിരിക്കുന്ന ഞാൻ അവിടെ സിംഹോപരിസ്ഥിത അവനോട് ദയാപൂർവം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ മഹാഭാഗ്യവാനെ, മഹാഭാഗ, വേണ്ട വരം ചോദിച്ചോളൂ, അത് ഞാൻ തരാം. ദദാമി, ഞാനത് തരാം. എന്നിട്ട് പറയുകയാണ്, ഇത് ശ്രുത്വാ വചോ ദേവ്യാ ദാനവ പ്രേമ പൂരിത പ്രദക്ഷിണാം പ്രണാമം ചാചകാര ത്വരിതസ്തദാ. ദേവിയുടെ വാക്ക് കേട്ടപ്പോ ആ സുരൻ ദൈത്യൻ ഹയഗ്രീവൻ വളരെ ഭക്തിയോടുകൂടി പ്രേമപൂരിതനായി വളരെ വേഗം ത്വരിതസ്തദ, വളരെ പെട്ടെന്ന് പ്രദക്ഷിണം ചെയ്തു, നമസ്കരിച്ചു. ദൃഷ്ട്വാരൂപം മദീയം സാ പ്രേമോത്ഫുല്ല വിലോചന, എൻ്റെ രൂപം കണ്ടിട്ട് ആ കണ്ണുകൾ വിടർന്നു. എങ്ങനെ? ഭക്തി കൊണ്ട് കണ്ണുകൾ വികസിച്ചു എന്നാണ്. പ്രേമോത്ഫുല്ല വിലോചന ഹർഷാശ്രു പൂർണ്ണനയന സ്തുഷ്ടാവസചമാം തദ, ഹർഷാശ്രു ഉണ്ടായി, കണ്ണീർത്തുള്ളികൾ, ആനന്ദ കണ്ണീരുണ്ടായി. ആ ആനന്ദക്കണ്ണീര് കൊണ്ട് നിറഞ്ഞ നേത്രങ്ങളോടുകൂടി, കണ്ണുകളോടുകൂടി അവൻ എന്നെ സ്തുതിച്ചു. ഹയഗ്രീവന്റെ സ്തുതിയാണ് ഇനി 3 ശ്ലോകങ്ങളിൽ. ഹയഗ്രീവൻ നമോ ദേവ്യൈ മഹാമായേ സൃഷ്ടിസ്ഥിത്യന്തകാരിണീ ഭക്താനുഗ്രഹ ചതുരേ കാമദേ മോക്ഷദേ ശിവേ. ഭഗവതിയെ വിളിക്കുകയാണ്. ദേവി മഹാമായേ, സൃഷ്ടിസ്ഥിതി സംഹാരകാരിണി, ഭക്തന്മാരുടെ അനുഗ്രഹത്തെ സാധിപ്പിക്കുന്നതിൽ ചാതുര്യമുള്ളവളെ, കാമപ്രദേ മോക്ഷപ്രദേ മായേ, അമ്മയ്ക്ക് നമസ്കാരം. ധരാംബുതേജ പവന ഖപഞ്ചാനാം ച കാരണം ഭൂമി അംബു ജലം തേജ അഗ്നി പവന വായു ഘ ആകാശം എന്നിങ്ങനെ പഞ്ചാനാം ച കാരണം, ഇതിന് 5നും പഞ്ചഭൂതങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണം അവിടുന്നാണ്. ത്വം ഗന്ധരസരൂപാണാം കാരണം സ്പർശശബ്ദയോഹോ, ഗന്ധം രസം രൂപം സ്പർശം ശബ്ദം, ഇത് പഞ്ചതന്മാത്രകളാണ്. ഈ പഞ്ചതന്മാത്രകൾക്കും കാരണവും അല്ലയോ ഭഗവതി അവിടുന്ന് തന്നെയാണ്. ഘ്രാണം ച രസനാ ചക്ഷുസ്ത്വക്ശ്രോത്രം ഇന്ദ്രിയാണി ച, മൂക്ക് രസന നാക്ക്, ചക്ഷു കണ്ണ്, ത്വക്ക് കാത് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും, അതേപോലെ കർമ്മേന്ദ്രിയാണി ചാന്യാനി ത്വത്ത സർവം മഹേശ്വരി, കാല് കയ്യ്
ഉപസ്ഥം തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളും അല്ലയോ ഭഗവതി നിന്നിൽ നിന്ന് തന്നെയാണ്, ത്വത്ത സർവം മഹേശ്വരി, നിന്നിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞ് സ്തുതിച്ചു. അപ്പൊ ഭഗവതി എന്തു പറഞ്ഞു? കിം തേ ഭീഷ്ടം വരം ബ്രൂഹി വാഞ്ഛിതം യദ്ദദാമി തൽ പരിതുഷ്ടാസ്മി ഭക്തിയാ തേ തപസാ ചാത്ഭുതേന ച. നിനക്ക് വാഞ്ഛിതം യദ്വദാമി തൽ ബ്രൂഹി, നീ എന്താണോ എന്ന് ചോദിക്കൂ, അത് ഞാൻ നിനക്ക് തരാം. നിന്റെ ഭക്തി കൊണ്ടും നിന്റെ അത്ഭുതകരമായിരിക്കുന്ന തപസ് കൊണ്ടും പരിതുഷ്ടാഹ അസ്മി, ഞാൻ പരിതുഷ്ടയായി തീർന്നിരിക്കുന്നു, ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. എന്താണ് നിനക്ക് വേണ്ടത്? ഇത് കേട്ടപ്പോൾ ഹയഗ്രീവൻ സാധാരണ എല്ലാ അസുരന്മാരുടെയും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവരുടെയൊക്കെ മോഹം എന്താ? മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ്. അപ്പൊ അതാണ് ഇവിടെയും ചോദിച്ചത്. യഥാമേ മരണം മാതിർ ന ഭവേ തത്തഥാ കുരു. അമ്മേ, എന്നെ മരണം എന്ന ഒന്ന് ഇല്ലാത്തതാക്കൂ, അതേപോലെയാക്കൂ എന്നാണ്. യോഗിയും ദേവാസുരന്മാരിൽ അജയ്യനുമായിട്ട് തീരണം ഞാൻ. അപ്പൊ മരണമില്ലാതെയാവണം. യഥാമേ മരണം മാതർ ന ഭവേ തത്തഥാ കുരു. എങ്ങനെയാണെങ്കിൽ മരണമില്ലാത്തവനായിട്ട് തീരുമോ അതേപോലെ എന്നെ മരണമില്ലാത്തവനാക്കണേ, എന്നെ അമരനാക്കി അനുഗ്രഹിക്കണേ. എനിക്കൊരിക്കലും മരണമുണ്ടാവാൻ പാടില്ല എന്ന വരമാണ് അവിടെ ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ടപ്പോൾ ഭഗവതി നൽകിയ മറുപടി, ആ മറുപടിയെ തുടർന്ന് ഹയഗ്രീവൻ ആവശ്യപ്പെട്ട വരം, അതൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഈ 97-ാമത്തെ ശ്ലോകത്തോടുകൂടി ജഗദംബികയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ
എരിയും കർപ്പൂരം പതിയേ കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.